Hi, friends. Have a nice day ahead. In this session, we are going to take the second part of the poem Freedom, written by Rabindranath Tagore. You know that in the first session, we have discussed the first part of this poem and some of the terms like alliteration, metaphor, and alike. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ പോയത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അലിട്രേഷൻ എന്ന പോയറ്റിക് ടേം പഠിച്ചിട്ടുണ്ട്, മെറ്റഫർ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ട്, ബേർഡൻ ഓഫ് ദി ഏജസ് ലൈക്ക് beckoning call, yeah, blinding your eyes to the beckoning call of the future. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. Now we are going to take the second part of the poem and I'm going to read those lines. Freedom from the anarchy of destiny. All sails are weakly yielded to the blind uncertain winds, and the helm to a hand over ever rigid and cold as death. Freedom from the insult of dwelling in a puppet's world, where movements are started through brainless wires, repeated through mindless habits, where figures wait with patience and obedience for the master of show to be stirred into a mimicry of life. ഈ ലൈൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ ഞാൻ ആദ്യം ഒന്ന് അതിൻ്റെ മീനിങ് വേസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫ്രീഡം ഫ്രം ദ അനാർക്കി ഓഫ് ഡെസ്റ്റിനി. പോയിറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാണ്, ഹി ഈസ് റിപ്പീറ്റിംഗ് ഏത് തരത്തിലുള്ള ഫ്രീഡമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത്. ഫ്രീഡം ഫ്രം അനാർക്കി ഓഫ് ഡെസ്റ്റിനി. എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ആവാൻ വേണ്ടത്? ഫ്രം ദ അനാർക്കി ഓഫ് ഡെസ്റ്റിനി. അനാർക്കി ഓഫ് ഡെസ്റ്റിനി എന്ന ടേമിൻ്റെ മീനിങ് ബ്ലൈൻഡ് ആൻഡ് പാസീവ് സബ്മിഷൻ ഓഫ് ഫേറ്റ്. വിധിക്ക് മുന്നിൽ അന്ധമായിട്ട് കീഴടങ്ങുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്ലൈൻഡ് ആൻഡ് പാസീവ് സബ്മിഷൻ ഓഫ് ഫേറ്റ്. അപ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഫേറ്റിന് മുന്നിൽ, വിധിക്ക് മുന്നിൽ അന്ധമായിട്ട് കീഴ്പ്പെട്ട് നിൽക്കുവാണ്. ഇത് നമ്മുടെ വിധിയാണ്, ഇതിനെ തടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ള രീതിയിൽ അന്ധമായിട്ട് നമ്മൾ കീഴ്പ്പെട്ട് കിടക്കുവാണ്. അങ്ങനെയുള്ള ആ ഒരു സബ്മിഷനിൽ നിന്നും, ആ ഒരു കീഴ്പ്പെടലിൽ നിന്നുമുള്ള ഫ്രീഡമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇന്ത്യയെ അടുത്ത ലൈനിൽ നമുക്ക് കാണാം, ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു സെയിൽസായിട്ട്, ഒരു കപ്പലിനോട് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുവാണ്. ഹോൾ സെയിൽസ്, അതിൻ്റെ കപ്പിത്താൻ, ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ്. അതിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളെല്ലാം വീക്ക്ലി yielded, വളരെ ക്ഷീണിതരായിട്ട് കീഴ്പ്പെട്ട് കിടക്കുവാണ്. എന്തിന്? ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ്, ദിശയറിയാതെ അടിച്ചു വീശുന്ന കാറ്റിനു മുന്നിൽ. ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ്. അപ്പോൾ ദിക്കറിയാതെ ശക്തിയായി ആടിയുലയുന്ന, ശക്തിയായി വീശിയടിക്കുന്ന കാറ്റിൽ പെട്ടുപോയ, ആ കാറ്റിന് കീഴ്പ്പെട്ടു പോയ ഒരു കപ്പലിനെയും കപ്പിത്താനെയും ഒക്കെയാണ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ് ആൻഡ് ദ ഹെൽം ടു എ ഹാൻഡ് എവർ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. അതിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളെല്ലാം, അതിനെ നയിക്കുന്ന ആളുകളെല്ലാം വളരെ റിജിഡാണ്, ഒരിത്തിരി പോലും ഫ്ലെക്സിബിൾ അല്ല, വളരെ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. മരണം പോലെ തണുത്തുറഞ്ഞവരാണ്, വളരെ റിജിഡായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ശക്തമായിട്ട് നിൽക്കുന്നവരാണ്. അവരിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീഡം വേണം. ശക്തമായ ദിശയറിയാതെ വീശിയടിക്കുന്ന കാറ്റിൽ അതിൽ അകപ്പെട്ടു പോയ, അതിന് കീഴ്പ്പെട്ടു പോയ ഒരു കപ്പലിനെയും കപ്പിത്താനെയും ഒക്കെയാണ് ഇന്ത്യയുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു വിധിയുടെ കീഴടങ്ങലിൽ നിന്നും, അവരുടെ റിജിഡ് ആൻഡ് കോൾഡ്, അവരുടെ
ആ ഒരു ടേംസിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീഡം ആവശ്യമാണ്. ഈ കീഴ്പ്പെടലിൽ നിന്ന്, അന്ധമായ കീഴ്പ്പെടലിൽ നിന്ന്, വിധിയുടെ അന്ധമായ കീഴ്പ്പെടലിൽ നിന്ന് നമുക്ക് ഫ്രീഡം വേണം എന്നാണ് ഇവിടെ ടാഗോർ പറയുന്നത്. പിന്നെ എവിടെ നിന്ന് ഫ്രീഡം വേണം? ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. വീണ്ടും നമുക്കൊരു മെറ്റഫർ കാണാൻ പറ്റും. പപ്പറ്റ്സ് വേൾഡ്. പപ്പറ്റ് മീൻസ് പാവകളാണ്. പപ്പറ്റ്സ് വേൾഡ്, പാവകളുടെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പപ്പറ്റിനെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ടോയാണ് പപ്പറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പപ്പറ്റ്സ് വേൾഡ്, ഇന്ത്യയെ തന്നെ ഒരു കളിപ്പാട്ടമായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു കളിപ്പാട്ടമായിട്ട്, ഒരു പാവയായിട്ട് ഇന്ത്യയെ ഇവിടെ കമ്പയർ ചെയ്യുവാണ്. ഈ ഒരു പപ്പറ്റ്സ് വേൾഡ്, അങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആ ഒരു ഇൻസൾട്ടിൽ നിന്നും നമുക്ക് ഫ്രീഡം വേണം. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. റൈറ്റ്. പപ്പറ്റ് വേൾഡിൻ്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ കൺട്രി ഈസ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. മറ്റുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഭരിക്കുന്ന, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ ഒരു പപ്പറ്റ് വേൾഡായി ഇവിടെ കണക്കാക്കുവാണ്. മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കൺട്രോളിങ്ങിൽ നിന്നും, അങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ നിന്നൊക്കെ നമുക്കൊരു ഫ്രീഡം ആവശ്യമാണ്. ഫ്രീഡം ഫ്രം ദ അനാർക്കി ഓഫ് ഡെസ്റ്റിനി. All sails are weakly yielded to the blind, uncertain winds, and the helm to a hand ever rigid and cold as death. Freedom from the insult of dwelling in a puppet's world, where movements are started through brainless wires. Puppets world and a puppets world എന്ന ടേമിനെ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്. എങ്ങനെയാണ് പപ്പറ്റ്സ് വേൾഡ് കൺട്രോളിങ് നടക്കുന്നത്? വേർ മൂവ്മെൻറ്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വയേഴ്സ്. ബ്രെയിൻ ഇല്ലാതെ പപ്പറ്റ് പാവകൾ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാണോ? ഒരിക്കലുമല്ല. ബ്രെയിൻലെസ് വയേഴ്സ്, തലച്ചോറില്ലാതെ നമ്മൾ കണക്ട് ചെയ്യുന്ന കുറച്ച് വയേഴ്സിൽ നിന്നും കൺട്രോളിങ് നടക്കുന്ന ഒരു പാവക്കുട്ടി. ആൻഡ് റിപ്പീറ്റഡ് ത്രൂ മൈൻഡ്ലെസ് ഹാബിറ്റ്സ്. ഇതേ ഹാബിറ്റ് ചിന്തിക്കാതെ, പ്രവർത്തിക്കാതെ, വളരെയധികം മുന്നോട്ട് ചിന്തിക്കാതെ, രാജ്യത്തിൻ്റെ ഒരു വിധത്തിലുള്ള വെൽഫെയറും ആഗ്രഹിക്കാതെ, മൈൻഡ്ലെസ് ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള മൈൻഡ്ലെസ് ആയിട്ടുള്ള ഹാബിറ്റ്സിലൂടെ അവർ വീണ്ടും വീണ്ടും കടന്നു പോവുകയാണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളോട് അവർ കാണിക്കുന്ന ഈ കൺട്രോളിങ് അവർ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീഡം ആവശ്യമാണ്. വേർ ഫിഗേഴ്സ് വെയിറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ഫോർ ദ മാസ്റ്റർ ഓഫ് ഷോ. ഇന്ത്യയിലുള്ള പാവങ്ങളായ ജനങ്ങൾ വളരെ പേഷ്യൻസോടുകൂടി, വളരെ ഒബീഡിയൻസോടുകൂടി, ക്ഷമയോടുകൂടിയും അനുസരണയോടുകൂടിയും അവർ കാണിക്കുന്ന എല്ലാ കൺട്രോളിങ്ങിനും അടിമപ്പെട്ട് കിടക്കുവാണ്. ടു ബി സ്റ്റേർഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. ടു ബി സ്റ്റേർഡ് ഇൻ എ മിമിക്രി ഓഫ് ലൈഫ്. ഇവിടെ മൈൻഡ്ലെസ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇറാഷണൽ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്, ബുദ്ധിപരമായിട്ടല്ലാത്ത, വിവേകപരമായിട്ടല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഇറാഷണൽ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്, അതിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് വി ആർ ലീഡിങ് ആൻ അൺറിയൽ ലൈഫ് കൺട്രോൾഡ് ബൈ അതേഴ്സ്. മിമിക്രി ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിമിക്രി എന്ന് പറയുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ, റിയൽ ആയിട്ടുള്ളതല്ല, മറ്റുള്ളവരുടെ അനുകരിച്ച് കാണിക്കുകയാണ് മിമിക്രി എന്ന് പറയുന്നത്. ഹിയർ വി ആർ ലിവിങ് എ ലൈഫ് ദാറ്റ് ഈസ് അൺറിയൽ ലൈഫ് കൺട്രോൾഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഒരു റിയൽ അല്ലാത്ത, അൺറിയൽ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ വിധിക്ക് മുന്നിൽ അവർ നമ്മളെ ഭരിക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ആ വിധിക്ക് മുന്നിൽ നമ്മൾ കീഴ്പ്പെട്ടു പോകുന്നുണ്ട്. ആ കീഴ്പ്പെടലിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആൻഡ് ആടിയുലയുന്ന കാറ്റിൽ, ദിശയറിയാതെ വീശിയടിക്കുന്ന കാറ്റിൽ പെട്ടുപോയ ഒരു കപ്പൽ പോലെയാണ് ഇന്ത്യ ഇപ്പോൾ കിടക്കുന്നത്. അവർ നമ്മളെ കൺട്രോൾ ചെയ്ത് ഒരു പപ്പറ്റ്സ് വേൾഡാക്കി മാറ്റുന്നു. പാവയെപ്പോലെ അവർ നമ്മൾ കൺട്രോൾ ചെയ്ത്, അവർ നമ്മളെ കൺട്രോൾ ചെയ്ത് അവരുടെ
രീതികൾക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തിനെയും രാജ്യത്തിലെ ജനങ്ങളെയും അവർ മാറ്റുകയാണ്. ഇതിൽ നിന്നൊക്കെ ഈ ഒരു മൈൻഡ്ലെസ് ഹാബിറ്റ്സ്, ആവശ്യമില്ലാത്ത കസ്റ്റംസ്, ചിന്തിക്കാതെ എടുക്കുന്ന ഒരുപാട് പ്രാക്ടീസസ്, അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണം. നമ്മൾ ഇവിടെയുള്ള ആളുകൾ അവരെന്ത് കാണിച്ചാലും വളരെ ക്ഷമയോടുകൂടി ഒബീഡിയൻ്റായിട്ട് നമ്മൾ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു അൺറിയൽ ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ പോയിറ്റ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പറഞ്ഞ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ വിധിയോടുള്ള അന്ധമായ കീഴ്പ്പെടലിൽ നിന്നും ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പോയിറ്റ് പറയാണ്. നമ്മുടെ ഇന്ത്യയെ ഇപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ അടിക്കുന്ന ഈ കാറ്റിൽ പെട്ടിട്ട് ഒലഞ്ഞു പോകുന്ന ഒരു പായ്ക്കപ്പൽ പോലെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുവാണ്. ആൻഡ് അതിൻ്റെ കപ്പിത്താൻ, അതിൻ്റെ അമരത്തിരിക്കുന്നയാൾ കോൾഡ് ആസ് എ ഡെത്ത് ആൻഡ് റിജിഡ്. അതിൻ്റെ കാരണം എന്താ? ഹി ഇസ് എ ഫോറിനർ. ദെൻ പുറം ലോകത്ത് നിന്നുള്ള ശക്തികളുടെ, അവരുടെ കൺട്രോളിൽ നിന്നും നമ്മുടെ രാജ്യം മോചനം നേടണം. ഈ ഒരു ശക്തികൾ തീരെ ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വിദേശികളായ ഈ ഭരണാധികാരികളോട് നമ്മൾ ക്ഷമയോടും വളരെ അനുസരണയോടും കൂടി പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഇന്നത്തെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ജീവിതം ശരിക്കുള്ള ജീവിതമല്ല. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ലൈഫ്, ഇറ്റ് ഈസ് അൺറിയൽ ലൈഫ്. കാരണം എന്താ? കാരണം ഈ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് മറ്റുള്ള ആളുകളാണ്. ആ ആളുകൾക്ക് ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി യാതൊരു ചിന്തയുമില്ല. അതുകൊണ്ട് ഇത്തരം വിധിയിൽ നിന്നും, ഇങ്ങനെ നമ്മൾ കീഴ്പ്പെടുന്നതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. റൈറ്റ്. So I'm repeating. I want you to have freedom from the blind and passive submission of fate. The motherland is now like a sailboat that has to follow uncertain winds because it is controlled by a person who is rigid and called as death. I want my motherland to have freedom from the control of external forces. These forces act in a thoughtless manner and repeat the same old mistakes. The master of the show is a foreigner who is served with patience and obedience. The country is living an unreal life controlled by others who don't care for the welfare. All right. So ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനുള്ള ഒരു ടേം, ഒരു ഫ്രേസാണ് പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത്. എന്താണ് പപ്പറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, പപ്പറ്റ്സ് വേൾഡ് മീൻസ് ആൻ അൺറിയൽ ലൈഫ് കൺട്രോൾഡ് ബൈ അതേഴ്സ്. എ പപ്പറ്റ് ഡസ് നോട്ട് മൂവ് ബൈ ഇറ്റ് സെൽഫ്, ഇറ്റ് ഈസ് മൂവ്ഡ് ബൈ അതേഴ്സ്. അതാണ് പപ്പറ്റ്സ് വേൾഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന റിയൽ അല്ലാത്ത അൺറിയലായ ലൈഫ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കറിയാം, ഒരു പപ്പറ്റ്, ഒരു പാവ ഒരിക്കലും സ്വയം അനങ്ങുകയില്ല, സ്വയം മൂവ് ചെയ്യില്ല. അതിനെ മറ്റുള്ള ആളുകൾ അനക്കുക, മറ്റുള്ള ആളുകൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അൺറിയൽ ലൈഫാണ്. അതേപോലെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ലൈഫ്, ഇന്ത്യ എന്ന രാജ്യം എന്ന് കമ്പയർ ചെയ്ത ആണ് അവിടെ പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ. So I think that, and I strongly believe that all of you got the points, the main points which are including in this poem Freedom. And I think now we have completed our first unit, and the next unit and next chapter, we can take the next unit and next chapter on the coming sessions, and we will be see soon. Till that, bye.